നമ്മളിപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഓർക്കാം. ഈ അൾത്താരയിൽ സ്വർഗം മുഴുവനുമുണ്ടല്ലോ. നമുക്കൊന്ന് ഉയർന്ന് ത്രിത്വൈക ദൈവത്തെ പാടി ആരാധിക്കാം. ശാന്തമായിരിക്കാം. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും മറ്റൊരു നോമ്പ് കാലം കൂടി സമീപിച്ചിരിക്കുകയാണല്ലോ. ചാരം പൂശി നാം ആരംഭിച്ച ഈ നോമ്പ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തന്നെ ജീവിതത്തിൻ്റെ ക്ഷണികതയാണ്. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ അത് വാടിപ്പോകുന്നു. നിന്നിരുന്ന സ്ഥലം പോലും കാലക്രമത്തിൽ അജ്ഞാതമായി തീരുന്നു. മനുഷ്യജീവിതം എത്രയോ നിസ്സാരതയുടെ ജീവിതമാണ്. കടന്നു പോകുന്ന ജീവിതമല്ലേ. ഒരു താൽക്കാലിക ഇടം, ഇന്നല്ലെങ്കിൽ നാം വിട്ടുപോകേണ്ട ഒരു ലോകമാണിത്. ഒരു ശാശ്വത ഭവനം നമുക്കിവിടെ ഇല്ല. അതുകൊണ്ട് ഈ നോമ്പുകാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിത്യജീവൻ സ്വപ്നം കാണാനാണ്. സ്വർഗരാജ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന തീർത്ഥാടകരായ നമ്മൾ
ആ സ്വർഗത്തെ മറന്ന് ജീവിക്കരുതേ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ നോമ്പുകാലം. സ്നേഹമുള്ളവരെ, ജീവിതത്തിലൊക്കെ നമ്മളൊക്കെ അഹങ്കരിക്കാറുണ്ട്. ഒരുപക്ഷെ സൗന്ദര്യത്തെ ഓർത്ത്, സമ്പത്തിനെ ഓർത്ത്, കഴിവിനെ ഓർത്തൊക്കെ, കുടുംബ മഹിമ, ഇങ്ങനെ അഹങ്കരിക്കാൻ ഒരുപാട് കാരണങ്ങൾ നമുക്കുണ്ട്. എന്നാൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, നീ എളിമപ്പെടണം, നിസ്സാരത മനസ്സിലാക്കണം. മനുഷ്യജീവിതം മണ്ണിലേക്ക് മടങ്ങേണ്ട ഒരു ജീവിതമാണല്ലോ. കണ്ണുകളടച്ച് ഇരുകൈകളും മാറോട് ചേർത്ത്, കർത്താവേ, ഈ 50 നോമ്പ് ആരംഭിക്കുമ്പോൾ ദാവീദിൻ്റേതുപോലുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഒരുപാട് ദൈവകൃപ സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. പഴയ നിയമത്തിൽ ഏറെ അഭിഷേകമുള്ള വ്യക്തികളിൽ ഒരാളാണ് ദാവീദ്. ഒരു ഇടയച്ചെറുക്കനായിരുന്ന ദാവീദിനെ ദൈവം മഹാരാജാവായി ഉയർത്തി. ആ ദാവീദ് ആദ്യകാലങ്ങളിൽ ദൈവത്തോട് ചേർന്ന് ജീവിച്ചെങ്കിലും പിന്നീട് ദൈവത്തെ മറന്നു, പാപത്തിൻ്റെ വഴികളിലേക്ക് പോവുകയാണ് അയാൾ. അലസ്യത എന്ന പാപമാണ് ദാവീദിൻ്റെ വീഴ്ചയ്ക്ക് കാരണം. യുദ്ധം ചെയ്യാൻ പോകേണ്ട ദാവീദ് യുദ്ധം ചെയ്യാതെ മടിയനായി കിടന്നുറങ്ങി. ആ അലസത അയാൾ എത്തിച്ചത് ജഡിക പാപത്തിലേക്കാണ്, വ്യഭിചാരമെന്ന പാപത്തിലേക്കാണ്. ബത്ശബ എന്ന സ്ത്രീ അയാൾ സ്വന്തമാക്കിയില്ലേ? മാത്രമല്ല, അവളുടെ ഭർത്താവിനെ ചതിച്ചു കൊന്നു. ഊറിയായെ ചതിച്ചു കൊല്ലാൻ ദാവീദ് മടിച്ചില്ല. അങ്ങനെ നിഷ്കളങ്ക ഹൃദയനായ ദാവീദ് കഠിന ഹൃദയനായി മാറുകയാണ്. പാപത്തിൻ്റെ പൊതു സ്വഭാവം അങ്ങനെയാണല്ലോ. ആദ്യം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചെയ്യരുതെന്ന് പറയും. പക്ഷെ മുന്നോട്ട് നാം പാപം ചെയ്യുകയാണെങ്കിൽ ആ സ്വരം കേൾക്കാൻ പറ്റില്ല. ദാവീദിന് ദൈവാത്മാവിൻ്റെ സ്വരം ശ്രവിക്കാൻ സാധിക്കുന്നില്ല. ദാവീദ് പാപത്തോട് മുന്നോട്ട് പോവുകയാണ്. ആരും കണ്ടില്ല അറിഞ്ഞില്ല എന്ന് കരുതി മൂടിവെച്ച പാപം ദൈവം നാഥാൻ പ്രവാചകനിലൂടെ വെളിപ്പെടുത്തി. നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിൻ്റെ തെറ്റ് ചൂണ്ടിക്കാട്ടി. പ്രിയപ്പെട്ടവരെ, ദാവീദിന് വേണമെങ്കിൽ തൻ്റെ പാപത്തെ ന്യായീകരിക്കാമായിരുന്നു, അല്ലേ? ദാവീദിന് വേണമെങ്കിൽ പറയാമായിരുന്നു, എന്തിനാണ് ആ സ്ത്രീ അവിടെ നിന്ന് കുളിച്ചത്? അവൾ കുളിക്കുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധയോടെ കുളിച്ചുകൂടായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ ഒരുപാട് ന്യായീകരണങ്ങൾ ദാവീദിന് ദൈവത്തിൻ്റെ മുമ്പിൽ പറയാമായിരുന്നു, അല്ലേ? പക്ഷേ പാപം ചൂണ്ടിക്കാട്ടിയപ്പോൾ ആരെയും ഒരു ന്യായീകരണവും പറയാതെ, ആരെയും കുറ്റപ്പെടുത്താതെ ദാവീദ് തൻ്റെ പാപത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ആ
ആ വേദനയിൽ പാപബോധത്തിൽ ദാവീദ് എഴുതിയ സങ്കീർത്തനമാണല്ലോ 51-ാം സങ്കീർത്തനം. അതിൽ ദാവീദ് ഇപ്രകാരം എഴുതി: ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. സ്നേഹമുള്ളവരെ, ഇരുകൈകളും യാചനാരൂപത്തിൽ പിടിച്ച് നാളിതുവരെ പാപത്തെ ന്യായീകരിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവേ, എനിക്ക് തെറ്റിപ്പോയി എന്ന ബോധ്യത്തോടെ കരുണ തോന്നണമേ നാഥ. ചേർന്ന് പാടാം. കരുണ തോന്നണേ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. സ്നേഹമുള്ളവരെ, ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ ദൈവത്തോട് ഇപ്രകാരം യാചിക്കും: ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ. കാരണം ദാവീദിന് മനസ്സിലായി തൻ്റെ ഹൃദയം കഠിനമായി. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുമല്ലോ: ദൈവമേ, മാംസളമായ ഹൃദയം എനിക്ക് തരണമേ എന്ന്, ഒരു പുതിയ ചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. ദാവീദും സങ്കീർത്തനം 51-ാം സങ്കീർത്തനത്തിൽ എഴുതി: ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നല്ല മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നല്ല മാനസവും തീർത്തരുൾകന്നിൽ ദേവാ. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് നാം. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ പാപവും, നാളിതുവരെ ചെയ്ത പാപങ്ങളെല്ലാം സമർപ്പിക്കാം. പാപവാസനകൾ സമർപ്പിക്കാം, പാപപ്രലോഭനങ്ങൾ സമർപ്പിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ എളിമയോട് ഏറ്റുപറയാം: ദൈവമേ, ഞാനൊരു പാപിയാണ്. ദൈവമേ, ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്, മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കീഴിടുന്നു. ദൈവമേ, ഞാനൊരു പാപിയാണ്, മാരകരോഗത്തിൻ പിടിയിലാണ്, മരണഭയത്തിൻ നടുവിലായി ഞാൻ. കർത്താവേ, കരുണയ്ക്കായി കീഴിടുന്നു. കണ്ണു നിർത്തോരാത്ത രാത്രികളിൽ ക്രൂശിത നിന്നെ ഞാൻ തേടിടുന്നു. കണ്ണു നിർത്തോ
മുട്ടോത്ത് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ നീരസവും ഇഷ്ടക്കേടും അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെയുള്ള ഒരു തരം അകൽച്ചയൊക്കെ ഇല്ലേ? അതെല്ലാം പരിഹരിക്കാനുള്ളൊരു കാലഘട്ടമാണ് ഈ നോമ്പ്. മനസ്സിൽ ഇങ്ങനെ പാപം തീർത്ത മലിനതയില്ലേ, അതെല്ലാം കഴുകിക്കളഞ്ഞ് വിശുദ്ധരാകാൻ ഈ നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മനസ്സിൽ മലിനതയെല്ലാം കഴുകി ധന്യരാകാം. ചേർന്ന് പാടുകയും മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി ധന്യരാകാം. കൈകൾ യാചനാരൂപത്തിൽ പിടിച്ച് അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. ഇരു കൈകളും ചങ്കോട് ചേർത്ത് വെച്ച് എല്ലാ ശത്രുതയും കളഞ്ഞ് കർത്താവേ, സഹോദര സ്നേഹത്തെ വളരാൻ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ശത്രുതയെല്ലാം നീക്കി നീതാന്തം ഹൃദയം ദീപ്തമാക്കാം. ഒരിക്കൽ കൂടി ശത്രുതയെല്ലാം നീക്കി നീതാന്തം ഹൃദയം ദീപ്തമാക്കാം. അപരാധങ്ങൾ നീക്കണമേ, പാപകടങ്ങൾ മായ്ക്കണമേ. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേ. ദിവ്യകടാക്ഷം ഗണമേ വത്സലസുതര നിർമ്മലരായി ജീവിച്ചിടുവാൻ ചൊല്ലണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ദൈവമേ നിൻ പാദേ സർവം